നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം മകം നക്ഷത്രക്കാരുടെ സ്വഭാവ വിശേഷങ്ങളാണ്. മകം നക്ഷത്രക്കാരിലുണ്ടാകുന്ന ചില സ്വഭാവ വിശേഷങ്ങൾ, അവർക്ക് ഈ മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ജീവിതാനുഭവങ്ങളായി വരാം, അങ്ങനെയുള്ള ഒരു സാമാന്യമായ ഫലമാണ്, പൊതുവേ ഉള്ള സാമാന്യ ഫലമാണ് ഞാനിത് പറയുന്നത്. എന്നാൽ ഓരോ മകം നക്ഷത്രക്കാരും അവരുടെ ജാതകവും ഗ്രഹനിലയും ജന്മസമയവും ഒക്കെ ഇതുമായി ഒത്തുനോക്കിയാലേ ഫലം പൂർണ്ണമാവുകയുള്ളൂ. നക്ഷത്രത്തിന്റെ പൊതുവായ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിൽ ചിലവർക്ക് വിരുദ്ധാഭിപ്രായം ഉണ്ടെങ്കിൽ, അതായത് ഇത് ശരിയല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ അവർക്ക് അവരുടെ ജാതകവുമായിട്ട് ഒത്തുനോക്കിയാൽ അപ്പോഴത് മനസ്സിലാവുന്നതാണ്. അപ്പോൾ പലർക്കും പല അനുഭവങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങളുണ്ടല്ലോ, ആ ഫലമാണ്, സാമാന്യമായി ഉണ്ടാകുന്ന പൊതുഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇപ്പൊ മകം നക്ഷത്രക്കാരുടെ സാമാന്യമായ ഫലം, അവർക്ക് ഈ ജീവിതാനുഭവങ്ങൾ എന്തെല്ലാം ഉണ്ടാകും, എന്തെല്ലാം മേഖലകളിൽ അവർ പ്രവർത്തിക്കും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും, ഇതെല്ലാം ഈ വീഡിയോയിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഈ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ തുടർന്ന് വരുന്ന എല്ലാ ജ്യോതിഷ പ്രോഗ്രാമുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം മകം നക്ഷത്രക്കാരുടെ വിശേഷം എന്തൊക്കെയാണെന്ന് നോക്കാം. മകം നക്ഷത്രത്തിന്റെ ആദ്യത്തെ കാൽഭാഗത്തിന് ഗണ്ണാന്ത ദോഷമുണ്ട്. ഈ മകം നക്ഷത്രക്കാർക്ക് ആദ്യത്തെ ഈ കാൽഭാഗം, ഒരു നക്ഷത്രത്തിന്റെ കാൽഭാഗം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 15 നാഴിക, അതാണ് ആദ്യത്തെ കാൽഭാഗം. അപ്പൊ ആദ്യത്തെ കാൽഭാഗത്തിന് ഗണ്ണാന്ത ദോഷമുണ്ട്. അതൊക്കെ വിശദമായി നോക്കിയാലേ ഗണ്ണാന്ത ദോഷം ഉണ്ടെങ്കിൽ എന്താ അറിയാൻ പറ്റുള്ളൂ. ഓരോരുത്തരുടെ ജന്മസമയം അതൊക്കെ കൃത്യമായിട്ട് നോക്കണം. അപ്പൊ മകം നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ ഭാഗ്യവതികളായിരിക്കുമെന്നും പുരുഷന്മാർക്ക് ഈ നക്ഷത്രം അത്ര മെച്ചമല്ലെന്നും അഭിപ്രായം ഉള്ളവരുണ്ട്. പക്ഷേ ഇത് പൂർണ്ണമായി ഇതുവരെ അംഗീകരിക്കപ്പെടാത്തൊരു കാര്യമാണ്. മകം നക്ഷത്രക്കാരായ പുരുഷന്മാർ വളരെ ശോഭിച്ച് പല കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്ന് ജീവിത വിജയം കൈവരിച്ചിട്ടുള്ള പുരുഷന്മാരുണ്ട്, മകം നക്ഷത്രക്കാരായിട്ടുള്ള. അതേപോലെ തന്നെ സ്ത്രീകളും ജീവിത വിജയം കൈവരിച്ചിട്ടുള്ള സ്ത്രീകളും ഈ നക്ഷത്രക്കാരായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അങ്ങനെ പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ബുദ്ധി സാമർഥ്യവും കഴിവും മകം നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതകളാണ്. അവർക്ക് കഴിവുണ്ട്, അതേപോലെ ബുദ്ധി സാമർഥ്യവും ഇവർക്കുണ്ട്. അധികം തടിക്കാത്ത ശരീരപ്രകൃതിയും അധികം ഉയരമില്ലായ്മയും ഉണ്ടാകാം ഇവർക്ക്. ഇവരുടെ ശരീരപ്രകൃതി നോക്കിയാൽ അധികം ഉയരം ഇവർക്ക് കാണാറില്ല. എന്നാൽ സാമാന്യമായ ഉയരം ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ തന്നെ അധികം വണ്ണം വെച്ച് തടിച്ചു വീർത്ത ഒരു ശരീരപ്രകൃതി അല്ല ഇവർക്കുണ്ടാവുന്നത്. അധികം തടിക്കാത്ത ഒരു ശരീരപ്രകൃതിയാണ് ഇവർക്കുണ്ടാവുന്നത്. സദാചാരനിഷ്ഠയും സത്യസന്ധതയും ഉള്ളവരായിരിക്കും ഇവർ സദാചാരം വിട്ട് ഒരു കാര്യത്തിനുമില്ല. അതായത് ധർമ്മം, നീതി ഇത് വിട്ടുള്ള ഒരു പ്രവൃത്തിയും ഇവരുടെ ജീവിതത്തിൽ ഇല്ല. ധാരാളം നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുന്നവരാണിവർ. ഉയർന്ന നിലയുള്ളവരുമായി അടുപ്പത്തിൽ കഴിയും ഇവർ. വളരെ ഉയർന്ന ലെവലിലുള്ള ആളുകളുമായി നല്ല അടുപ്പം ഇവർക്കുണ്ടാവുകയും ചെയ്യും.
ഉറച്ച ഈശ്വരവിശ്വാസവും മതനിഷ്ഠയും ഇവർക്കുണ്ടാവും. ഇവർ മതപരമായ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരും നല്ല ഈശ്വരവിശ്വാസികളുമായിരിക്കും. എല്ലാം ഈശ്വരനിൽ അർപ്പിക്കുന്ന മനോഭാവം ഉള്ളവരും ആയിരിക്കും. അതുമൂലം മനസമാധാനവും ശാന്തിയും സമചിത്തതയും കൈവരിക്കാൻ കഴിയുന്നവരാണ് ഈ മകം നക്ഷത്രക്കാർ. ആർക്കും ഉപദ്രവം ചെയ്യരുതെന്നും കഴിവതും അന്യർക്ക് ഉപകാരം ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നവരാണിവർ. ശാസ്ത്ര വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കും. ഗവേഷണ മനോഭാവം ഉണ്ടാകുകയും ചെയ്യും. പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനും അത് പ്രയോഗത്തിൽ വരുത്തുന്നതിനും ഇവർ ശ്രമിക്കുകയും ചെയ്യും. അധ്യാപകൻ, ഉപദേഷ്ടാവ് എന്നീ നിലകളിൽ വളരെ ശോഭിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ. സംഭാഷണത്തിൽ മിതത്വം പാലിക്കുകയും ആദർശനിഷ്ഠയുണ്ടാവുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവര് സത്യസന്ധമായും അതേപോലെ തന്നെ സദാചാരനിഷ്ഠയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മടിയില്ലാത്തവരാണിവർ. വളരെ ആത്മാർത്ഥമായി തന്നെ അത് അവർ നിർവഹിക്കുകയും ചെയ്യും. സ്വന്തം അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടായിരിക്കും അന്യർക്ക് ഇവർ ഉപദേശം കൊടുക്കുക. അന്യർക്ക് ഇവർ ഉപദേശം കൊടുക്കാൻ മിടുക്കന്മാരാണ്. എന്നാൽ അത് അവരുടെ സ്വന്തം അനുഭവങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളിൽ കൂടിയാണ് അത് വിശദീകരിച്ചു കൊടുക്കുന്നത്. തന്ത്രശാലികളായവരിൽ നിന്ന് അകന്നു കഴിയാൻ ഇവർ ശ്രമിക്കും. ഇവരങ്ങനെ പെട്ടെന്ന് ആർക്കും പറ്റിക്കാൻ സാധിച്ചൊന്നും വരില്ല. തന്ത്രശാലികളായെന്ന് തോന്നിയാൽ അവരിൽ നിന്ന് ഇവർ അകന്നു നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ചീത്ത വഴികളിൽ നടക്കുന്നവരെ ഇവർ വെറുക്കുന്നവരാണ്. അതായത് അസാൻമാർഗീയമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ഇവർ വെറുക്കുകയും ചെയ്യും. മത്സരങ്ങളും ശത്രുതയും ഇവർക്ക് ജീവിതത്തിൽ നേരിടേണ്ടതായിട്ടും വരും. ശുദ്ധഹൃദയരും ചെറിയ കാര്യങ്ങൾ കൊണ്ട് ശോഭിക്കുന്നവരും ആയിരിക്കും ഇവർ. അതായത് നല്ല ശുദ്ധഹൃദയരാണ്, എന്നാൽ ചെറിയ കാര്യങ്ങളിൽ പെട്ടെന്ന് ശോഭിക്കുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ടാവും. സ്വാർത്ഥ ചിന്ത കുറഞ്ഞവരാണിവർ. അധികം സ്വാർത്ഥത കാണിക്കാറില്ല. ചില മകനക്ഷത്രക്കാർ സ്വാർത്ഥത കാണിച്ചൊന്നും വരും കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഓരോരുത്തരുടെയും ജന്മസമയത്തിന്റെ പ്രത്യേകത അനുസരിച്ചായിരിക്കും അങ്ങനെ ഏറ്റക്കുറച്ചിലുണ്ടാവുന്നത്. ഏത് ജോലിയിൽ ഏർപ്പെട്ടാലും തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കാൻ താല്പര്യം കാണിക്കുന്നവരാണിവർ. പക്ഷേ ഉദ്ദേശിക്കുന്നത്രയും വിജയം പ്രവർത്തനങ്ങളിൽ ഉണ്ടായെന്നും വരികയില്ല. ഇവർ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാലും ചില പ്രവൃത്തികളിൽ ഇവർക്ക് ഉന്നതമായ വിജയം കിട്ടിയെന്നും വരില്ല. സ്വന്തം അഭിപ്രായങ്ങളിൽ നിന്നും ചെറിയ മാറ്റത്തിനു പോലും ഇവർ തയ്യാറാവുകയില്ല. അതായത് ചില കാര്യങ്ങളിൽ ഇവർ പിടിവാശി പിടിക്കുന്നവരാണ്. ഇവരൊരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തണമെന്നുള്ള വിശ്വാസക്കാരാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കാൻ ഇഷ്ടപ്പെടാത്തവരും കൂടിയാണ് ഇവർ. ആരുടെ മുമ്പിലും കാലു പിടിക്കാനോ കാക്ക പിടിക്കാനോ പോകാത്തവരാണിവർ. ഇവരുടേതായ സ്വന്തമായ അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരാണ് ഇവർ. മാതൃകാപരമായ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണിവർ. ഇതുകൊണ്ട് ഉണ്ടാവുന്ന പല നേട്ടങ്ങളും കൈവിട്ടു പോകാൻ ഇവർക്ക് കാരണമാവുകയും ചെയ്യും. അതായത് മാതൃകാപരമായ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ചില നേട്ടങ്ങൾ ഇവരെ കൈവിട്ടു പോവുകയും ചെയ്യും. കാരണം അവിടെ സത്യസന്ധതയും ആദർശനിഷ്ഠതയും ഒക്കെ കാണിക്കുമ്പോൾ ചില സമയങ്ങളിൽ ഇവർക്ക് ആ നേട്ടങ്ങൾ കൈവരിക്കാൻ, അതായത് നേട്ടങ്ങൾ ഇവരെ കൈവിട്ടു പോവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ പരാജയം കൊണ്ട് മനസ്സു മാറുകയോ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുകയോ ഇവർ ചെയ്യുകയില്ല. ഇവർക്കൊരു പരാജയം ഉണ്ടായെന്ന് വെച്ചാൽ ആ പരാജയത്തോടുകൂടി പിന്നെ എല്ലാം തീർന്നു പോയെന്നും പറഞ്ഞ് ഒളിച്ചിരിക്കുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ മറിഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവം ഇവർ പൊതുവെ കാണിക്കാറില്ല. അവർ
അതിനെ കൃത്യനിഷ്ഠതയോടുകൂടിയും ആത്മധൈര്യത്തോടുകൂടിയും അതിനെ നേരിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർ ശ്രമിക്കുന്നവരാണ്. മകം നാളുകാർ അസാധാരണമായ ഇച്ഛാശക്തിയും പതറാത്ത മനസ്സും ഉള്ളവരാണ്. കാര്യങ്ങൾ ആലോചിച്ചുറച്ചു കഴിഞ്ഞാൽ പിന്നീടുണ്ടാവുന്ന സാഹചര്യങ്ങൾ എന്തു തന്നെ ആയാലും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സ്വഭാവം ഇവർ പ്രകടിപ്പിക്കും. എതിർക്കുന്നവരോട് നിർദാക്ഷ്യമായി പെരുമാറാൻ ഇവർ പ്രത്യേകമായി ശ്രദ്ധിച്ചെന്നും വരും. ഇവരെ എതിർക്കുന്നവരോട് വളരെ കർശനമായി തന്നെ ഇവർ പെരുമാറും, കർക്കശമായി തന്നെ അവരോട് പെരുമാറും. അവരെ പിന്നെ ജീവിതത്തിൽ അടുപ്പിക്കാൻ ഇവർ ശ്രമിക്കില്ല. പക്ഷേ സ്നേഹം തോന്നുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഇവർ സന്നദ്ധരാകും. ഇവർക്ക് ആരോടെങ്കിലും എന്തെങ്കിലും അടുപ്പം തോന്നിയാൽ അവർക്ക് വേണ്ടി ഹൃദയം വരെ പറിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ പോലെ ഹൃദയം തന്നെ കൊടുക്കാൻ ഇവർ തയ്യാറാവുകയും ചെയ്യും. വിവാഹത്തിന് ഈ മകം നക്ഷത്രക്കാർക്ക് വിവാഹത്തിന് കാലതാമസം വരാറുണ്ട്. അതെല്ലാവർക്കും വന്ന് എന്ന് വരില്ല. കാരണം അവരുടെ ജന്മസമയത്തിന്റെ പ്രത്യേകത മൂലമാണത്. വിവാഹ ജീവിതത്തിൽ ചില അസ്വസ്ഥതകൾ ഇവർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും പൊതുവെ സന്തോഷകരമായ കുടുംബജീവിതമായിരിക്കും ഇവർക്ക് ഉണ്ടാവുക. മകം നാളിൽ ജനിച്ച സ്ത്രീകൾ ഭർത്തൃപരിചരണത്തിൽ പ്രത്യേക താല്പര്യം കാണിക്കുന്നവരായിരിക്കും. സൗന്ദര്യവും ആരോഗ്യവും ബുദ്ധിസാമർഥ്യവും ഇവരുടെ പ്രത്യേകതകളായിരിക്കും. ഈ സ്ത്രീകളുടെ സന്താനങ്ങൾ, ബന്ധുക്കൾ തുടങ്ങിയവരുടെ സഹകരണം ലഭിക്കുന്നവരുമായിരിക്കും ഇവർ. മകം നാളുകാർക്ക് ബാല്യകാലത്ത് രോഗപീഠകളും അപകടങ്ങളും ഉണ്ടായാൻ സാധ്യത കൂടുതലാണ്. 4 വയസ്സിന് ശേഷം പൊതുവെ ആരോഗ്യം മെച്ചപ്പെട്ടതായിരിക്കും. ഏകദേശം 24 വയസ്സുവരെ സുഖജീവിതം നയിക്കാൻ കഴിവുള്ളവരാണ് ഇവർ. അതിനുശേഷമുള്ള കാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവർക്ക്. 30 വയസ്സുവരെയുള്ള കാലത്ത് ഇവർക്ക് യാത്രാക്ലേശം, അധ്വാനക്കൂടുതൽ എന്നിവയും ഉണ്ടാകും. 30 വയസ്സ് മുതൽ 40 വയസ്സുവരെയുള്ള കാലത്ത് സന്താനഗുണം, ബന്ധുഗുണം, കുടുംബസുഖം തുടങ്ങിയവ അനുഭവത്തിൽ പെടുന്നവരാണിവർ. 40 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള കാലത്ത് പലവിധ മാറ്റങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യും. കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും അതോടൊപ്പം അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. ചില അസ്വസ്ഥതകൾ ഉണ്ടാകുമെങ്കിലും ഇവരുടെ കുടുംബജീവിതത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകുമെങ്കിലും എന്നാൽ അതോടൊപ്പം തന്നെ ഇവരുടെ കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. 65 വയസ്സിന് ശേഷമുള്ള കാലം പൊതുവെ ശാന്തവും സന്തോഷപൂർണവുമായിരിക്കുമെങ്കിലും ഈ കാലത്ത് ഒന്നിലധികം സ്ഥലത്ത് മാറി മാറി താമസിക്കാൻ ഇടവരുകയും ചെയ്യും ഈ നക്ഷത്രക്കാർക്ക്. അധികാരവും പ്രതാപവും മകം നക്ഷത്രത്തിന്റെ അധിപൻ കേതുവാണെങ്കിലും ഇത് സിംഹക്കൂറിലാണ് വരുന്നത്. അധികാരവും പ്രതാപവും ഇവർക്കുണ്ടാവും. ഒരു സിംഹത്തിന്റെ കരുത്തും പ്രതാപവും ഈ മകം നക്ഷത്രക്കാരിൽ കാണാവുന്നതാണ്. അതാണ് അധികാരവും പ്രതാപവും എന്ന് പറഞ്ഞത്. മകം നക്ഷത്രത്തിന്റെ അധിപൻ കേതുവാണ്. ഇത് ചിങ്ങക്കൂറിലാണ് വരുന്നത്. മകം നക്ഷത്രക്കാർ അവരുടെ കൂറിന്റെ അധിപൻ സൂര്യനാണ്, രാശിയുടെ അധിപൻ. ഇവരുടെ ഈ ചിങ്ങം രാശിയുടെ അധിപൻ സൂര്യനാണ്. എന്നാൽ സ്വരൂപ സിംഹമാണ്. അപ്പൊ സിംഹത്തിന്റെ കരുത്തും ഗർവും ഗാംഭീര്യവും ഇവരിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. അധികാരത്തോടുള്ള താല്പര്യവും പ്രതാപശാലി ആയിരിക്കാനുള്ള ആഗ്രഹവും ഇവർക്ക് ഉണ്ടാവുന്നതാണ്. ഒരു രാജാവിനെ പോലെ പെരുമാറാനുള്ള പ്രവണത ഇവർ കാണിക്കാറുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, സിംഹമാണ് ഇവരുടെ രാശിയുടെ സ്വരൂപം. അപ്പൊ ഒരു സിംഹം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ രാജാവാണ്, ഇല്ലേ? അപ്പോൾ ഒരു രാജാവിനെ പോലെ പ്രവർത്തിക്കാൻ,
അതുപോലെ പ്രതാപം കാണിക്കാനും ഒക്കെ കഴിവുള്ളവരാണ് ഈ മകം നക്ഷത്രക്കാർ. ഇവർക്ക് പൊതുവെ നല്ല ആത്മവിശ്വാസം ഉള്ളവരുമായിരിക്കും. ഏത് കാര്യവും ധൈര്യത്തോടെ ഏറ്റെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. മാന്യതയും ഉന്നതമായ സ്ഥാനവും ഇവർ ഉന്നതമായ സ്ഥാനവും ഇവർ മാന്യതയും അന്തസ്സും കാത്തു സൂക്ഷിക്കുന്നതുമാണ്. അതായത് ഉന്നതമായ സ്ഥാനവും അന്തസ്സുമായ മാന്യതയും കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും ഇവർ. സമൂഹത്തിൽ നല്ലൊരു സ്ഥാനം നേടാൻ ഇവർ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണിവർ. മറ്റുള്ളവരെ നയിക്കാനും നേതൃത്വപരമായ പാടവം ഉള്ളവരാണിവർ. മറ്റുള്ളവരെ നയിക്കാനുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ടായിരിക്കുകയും ചെയ്യും. നല്ല നേതൃത്വ ഗുണം ഇവരിൽ കാണാവുന്നതാണ്. കുടുംബബന്ധം വളരെ നല്ല വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയുന്നതാണ്. കുടുംബത്തോട് അത്യധികം സ്നേഹവും വാത്സല്യവും കാണിക്കുന്നവരാണിവർ. കുടുംബത്തിന്റെ അഭിമാനത്തിനായി നിലകൊള്ളുന്നവരും ആയിരിക്കും. സഹായമനസ്കതയുള്ളവരാണ് ഇവർ. ആവശ്യമുള്ളവരെ സഹായിക്കാൻ ഇവർ മടി കാണിക്കില്ല. ഉദാരമനസ്കത ഇവരുടെ ഒരു പ്രത്യേകതയാണ്. അത് മറ്റുള്ളവരെ സഹായിക്കുകയും മറ്റുള്ളവരുടെ ഒരു പ്രയാസങ്ങളിൽ പങ്കുചേരുകയും അവരുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ വേണ്ട നടപടികൾ ചെയ്യാനും ഇവർക്ക് താല്പര്യമുള്ളവരായിരിക്കും ഇവർ. ചില കാര്യങ്ങളിൽ വാശിയും പിടിവാശിയും കാണിക്കാൻ ഇവർ ശ്രമിച്ചെന്നും വരും. ചില പിടിവാശികൾ ഉണ്ട്. സ്വന്തം കാര്യങ്ങളിൽ അല്ലെങ്കിൽ സ്വന്തമായ നിലപാടുകളിൽ അവിടെ സ്ഥിരമായ ആ നിലപാടുകളിൽ നിൽക്കാൻ, അതിൽ ഉറച്ചു നിൽക്കാൻ ഇവർ ശ്രമിക്കാറുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് മകം നക്ഷത്രത്തിൽ ജനിച്ചവർ അന്തസ്സും അഭിമാനത്തോടും കൂടി പെരുമാറാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഈ മകം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ. അന്തസ്സോടും അഭിമാനത്തോടു കൂടി തന്നെയാണ് അവരുടെ ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. കുടുംബത്തിന് പ്രാധാന്യം നൽകുകയും ഭർത്താവിനും കുടുംബത്തിനും വേണ്ടി നിലകൊള്ളുന്നവരുമായിരിക്കും ഈ മകം നക്ഷത്രക്കാരായ സ്ത്രീകൾ. കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനുള്ള കഴിവ് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. മകം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ, ഞാൻ നേരത്തെ ചില സൂചനകൾ പറഞ്ഞതാണ്, എന്നിരുന്നാലും മകം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ പൊതുവെ അധികാരഭാവം, അതായത് താൻ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ പ്രാധാന്യം നൽകണമെന്ന്, താൻ പറയുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവർ പ്രാധാന്യം നൽകണമെന്ന് ആഗ്രഹമുള്ളവരാണ് ഇവർ. മാന്യമായ പെരുമാറ്റം, പൊതുരംഗത്ത് മാന്യതയോടെ പെരുമാറുകയും ഇവർ ചെയ്യും. മാന്യമായ പെരുമാറ്റത്തിലൂടെ ഇവർ പൊതുരംഗത്ത് വളരെ മാന്യത പുലർത്തുന്നവരുമായിരിക്കും. കഴിവും അറിവും സാമ്പത്തികമായ പുരോഗതിയും സാമ്പത്തിക നേട്ടങ്ങളും ഇവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ താല്പര്യമുള്ളവരായിരിക്കും. പല കാര്യങ്ങളിലും ഇവർക്ക് പ്രത്യേകമായ ചില കഴിവുള്ളവരായിരിക്കും ഈ മകം നക്ഷത്രക്കാർ. അതെല്ലാം ചില രംഗങ്ങളിൽ തെളിയിക്കാൻ വേണ്ടി ഇവർ അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുകയും അതിൽ വിജയിക്കുകയും ചെയ്യുന്നവരാണ് ഈ മകം നക്ഷത്രക്കാർ. ഈ മകം നക്ഷത്രക്കാരുടെ സ്വഭാവ വിശേഷങ്ങൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.